BP ഒരല്പം ഹൈ ആണെന്ന് വെച്ചാൽ ആൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതെന്തോ ടെൻഷനിൽ നിന്നുണ്ടായതാ. ഞാൻ തൽക്കാലം ഒരു ടാബ്ലറ്റ് തരാം, അതുകൊണ്ട് കുറയും. രാജുന് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഇത് 100% തരികടയല്ലേ? അമ്മയും മകനും കൂടി നടത്തുന്ന കള്ള നാടകം. അമ്മയ്ക്കും മകനും അച്ഛൻ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് പകരം വീട്ടിയതാ. അതെ, അവരാ പ്രതികാരം തീർക്കാൻ നേരെ അനന്തം പിള്ളയെ പോയി കണ്ടു. വർമ്മ സാറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒന്നാന്തര ഒരു ആയുധമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അയാൾ അത് ഈസി ആയിട്ട് പ്രയോഗിച്ചു. മാടമ്പള്ളി മണ്ഡലത്തിൽ വർമ്മ സാറിനെതിരെ അവൻ കാൻഡിഡേറ്റ്. ഇനി എന്തെല്ലാം കള്ളത്തരങ്ങളാ ആനന്ദം പിള്ള രാഷ്ട്രീയ പ്രചരണമാക്കാൻ പോകുന്നത്. ഇവരമ്മയും മകനെയും ഈ ഇൻസിഡന്റ് കൊണ്ടെങ്കിലും അച്ഛൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബെസ്റ്റ്. രാജു, അവൻ കഴുതപ്പുലി. വാ, അവനകത്ത് കയറ്റരുത്. വാ, നിക്കടവിടെ. നീ എങ്ങോട്ടാ ഈ ഇടിച്ചു കയറി പോകുന്നേ? എന്റെ വീട്ടിലേക്ക്. നിന്റെ വീട്ടിലേക്കോ? അജ്ഞാതനായ നിന്റെ തന്ത സമ്പാദിച്ചതാണോ ഈ വീട്? ഇതിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാ അടി തരും ഞാൻ. ഇത് എന്റെ വീടാ. രാജു, ഇവനെ ഇതിനകത്തേക്ക് കയറ്റരുത്. ഞാൻ ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് വരാം. എന്ത് ചങ്കൂറ്റത്തിലാടാ നീ നെഞ്ചും വിരിച്ച് ഇതിനകത്തേക്ക് കയറി വന്നത്? ഇതിനുള്ള ധൈര്യം നിനക്ക് ആര് തന്നു? നിന്റെ അമ്മ തന്നോ? നീയും നിന്റെ അമ്മയും ചേർന്നുള്ള കളിയല്ലടാ ഇതൊക്കെ. എന്നിട്ട് നീ ഇലക്ഷനിൽ നിന്നൊന്ന് അറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ അമ്മയുടെ ഒരു നാടകം, ബോധം കെട്ട് വീഴല്. മാറിക്കടാ, എനിക്ക് അകത്തോട്ട് കയറണം. അകത്തേക്ക് ഒരു അടി വെച്ച നിന്റെ പെടല് ഞാൻ ഓടിക്കും. അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താടാ, എന്നെ മുഖാമുഖം കണ്ട് വെല്ലുവിളിക്കാനാണോ നീ ഇത്ര ധൈര്യത്തിൽ ഇവിടെ കയറി വന്നത്? നീ എന്റെ ശത്രുവിന്റെ കൂടെ കൂടി ശത്രുപക്ഷത്ത് നിന്ന് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വളർന്നു അല്ലടാ? കൂടുതൽ വർത്തമാനം പറയാതെ ഈ നന്ദി കിട്ട നായെ ചവിട്ടി പുറത്താക്കേട്ടാ. പുറത്തേക്ക് എറിയാൻ യവൻ അകത്തേക്ക് കയറിയില്ലല്ലോ ശേരാ. എന്തായാലും ഇവൻ ഇനി ഇതിനകത്തേക്ക് കയറില്ല. ഇവന്റെ ഇവിടത്തെ വിളയാട്ടം തീർന്നു. ഇറങ്ങണ പുറത്ത്. ശത്രുപാളയത്തിൽ ചേർന്നവൻ ശത്രുപാളയത്തിൽ തന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എനിക്ക് വേണ്ട അവസരങ്ങള്. നീ നാട്ടിൽ നടന്ന് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പല പെൺകുട്ടികൾക്കും ഓരോ കുഞ്ഞിനെ വീതം സംഭാവന ചെയ്ത് തെരുവിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. പോരെ, ദേ മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. നിർത്തണം.